ഒരു വീടല്ല, മണിമാളിക എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന അത്രയും ഭംഗിയുള്ള വീട്. ആ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കാൻ അവസരം കിട്ടിയാൽ ആരെങ്കിലും വിടുമോ? അങ്ങനെ ഒരു കപ്പിൾ ആ വീട്ടിൽ താമസം തുടങ്ങുന്നു. എന്നാൽ പോകെ പോകെ തങ്ങൾ വന്നു കയറിയത് ചെകുത്താന്റെ കോട്ടയിലേക്കാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. ഇനിയും ആ വീട്ടിൽ അവർ സമാധാനത്തോടെ ജീവിക്കുമോ, അതോ അതിന് അവരെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് സിനിമയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കഥാനായകനും കഥാനായികയുമായ ജോണിനെയും സാറയുമാണ് കാണിക്കുന്നത്. ജോൺ ഒരു ആർക്കിടെക്ചറും സാറ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രൊഫസറും കൂടിയാണ്. സാറ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേയായി. ഇപ്പോൾ IVF വഴിയാണ് അവൾ പ്രഗ്നന്റ് ആയത്. IVF എടുത്തത് കൊണ്ട് തന്നെ അതിനുവേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും ചെലവായി. ഇപ്പൊ പൈസക്ക് ബുദ്ധിമുട്ടിലാണുള്ളത്. അവരിപ്പോ അവരുടെ വീട്ടിലെ ഒരു റൂമിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഒരു നഴ്സറി സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ മറ്റൊരു കഥാപാത്രമായ അലീസയാണ് കാണിക്കുന്നത്. ഇവൾ ജോണിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ജോണിന് സാര ഉള്ളപ്പോ തന്നെ ഈ അലീസയുമായിട്ട് ചെറിയൊരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യം ഇവരുടെ ഓഫീസിലെ എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്നീട് താൻ സാറയാണ് കൂടുതൽ സ്നേഹിക്കുന്നേ എന്ന് പറഞ്ഞ് അലീസയെ അവൻ നൈസായിട്ട് തേച്ചു. എന്നാൽ അലീസയുടെ ഉള്ളിൽ ഇപ്പോഴും ജോൺ തന്നെയാണ്. അവൾക്ക് ഇപ്പോഴും എത്ര ശ്രമിച്ചിട്ടും അവനെ അങ്ങോട്ടങ്ങ് മറക്കാൻ പറ്റുന്നില്ല. അവനില്ലാതെ തനിക്ക് പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരെയായി ഇപ്പോൾ അവൾ. ശേഷം അവൾ ജോണിനോട് നിന്റെ അടുത്ത റിയൽ എസ്റ്റേറ്റിന്റെ പ്രൊജക്ടിന് ഞാനും ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവനാണെങ്കിൽ ഇവളോട് മിണ്ടാൻ പോലും താല്പര്യം ഉണ്ടായില്ല. ഇവൾക്കാണെങ്കിലോ ഇവനില്ലാതെ പറ്റത്തുമില്ല. ഇവൾക്ക് എങ്ങനെയും ജോണുമായിട്ട് എഗെയിൻ റിലേഷൻഷിപ്പിലാകണം. അതിനുവേണ്ടിയാണ് ഇവൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ജോണിന്റെ അടുത്തേക്ക് പോകുന്നേ. എന്നാൽ ജോൺ അത് കേട്ട് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നു. അവൾക്കത് കേട്ട് വിഷമമാകുന്നു. മറുഭാഗത്ത് പിയാനോ വായിക്കുന്ന നമ്മളുടെ സാറയാണ് കാണിക്കുന്നത്. അവളൊരു പിയാനിസ്റ്റും കൂടിയാണ്. ഇവൾ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ പിയാനോ വായിക്കാറാണ് പതിവ്. അപ്പൊ ഇവളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈം പെട്ടെന്ന് ഇവക്ക് വയറുവേദന വരുന്നു. അവൾ അപ്പൊ തന്നെ ജോണിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ വിളിച്ചിട്ടും അവൻ കോൾ എടുക്കത്തില്ല. ജോൺ ആണെങ്കിൽ ഇവിടെ റിയൽ എസ്റ്റേറ്റിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കും. പിന്നെ വർക്കെല്ലാം കഴിഞ്ഞ് അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് സാറയുടെ 7 മിസ് കോൾസും പിന്നെ താനിപ്പോ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസും ആയിരിക്കും. ഇതൊക്കെ കണ്ട് പേടിച്ച് ജോൺ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ എത്തി നോക്കുമ്പോൾ സാറ ഭയങ്കര സങ്കടത്തിലായിരിക്കും. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞ് നഷ്ടമായി. കുറെ നാളുകൾക്ക് ശേഷം ഒരുപാട് ആശിച്ചാണ് സാറ പ്രഗ്നന്റ് ആയത്. എന്നാൽ തങ്ങളുടെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയായി അവർക്കിപ്പോ. അതവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം സാറ വർക്കിന് പോകുന്നത് നിർത്തി പിയാനോ വായിക്കാതെയായി. അവൾ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയ ആ നഴ്സറിയൊക്കെ കാണുമ്പോഴൊക്കെ ഇവക്ക് വല്ലാതെ ആകുന്നുണ്ട്. ആ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ എന്തോ മടുപ്പ് പോലെയൊക്കെ വരാൻ തുടങ്ങി. ജോണും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ അവൾ അവസാനം ജോണിനോട് എനിക്ക് ഈ വീട്ടിൽ എന്തോ താമസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വേറെ വീട് നോക്കിയാലോ എന്ന് പറയുന്നു. അപ്പൊ ജോണിനും അത് ഓക്കെ ആയിരിക്കും. അങ്ങനെ അവർ വേറെ വീട് അന്വേഷിച്ച് ഇറങ്ങുന്നു. എന്നാൽ 1 മാസം അന്വേഷിച്ചിട്ടും അവർക്ക് അവരുടെ മനസ്സിന് ഇണങ്ങിയ വീട് കിട്ടുന്നില്ല. ഒന്നെങ്കിൽ വീടിന് പൈസ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ വീടായിരിക്കും. അങ്ങനെ അവസാനം അവർ ഒരു വീട്ടിൽ പോകുന്നു. എന്നാൽ ആ വീടും എവിടെയൊക്കെ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് അതും ശരിയാകില്ല. അപ്പോൾ ഇവർക്ക് ഈ വീട് കാണിച്ചു കൊടുത്ത റിയൽറ്ററായ ജീനി എനിക്കറിയാവുന്ന ഈ നാട്ടിലെ വീടല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി എന്റെ അറിവിൽ ഈ ഭാഗത്തൊരു വീടുമില്ല. നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അയാൾക്ക് ഈ ടൗണിലെ ഒട്ടുമിക്ക വീടുകളും അറിയാം. അയാൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അയാളെ ഒന്ന് പോയി കാണുന്നു പറഞ്ഞ് അയാളുടെ അഡ്രസ്സ് അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ ഇവർ അയാളെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ പുള്ളിയുടെ വീട് അത്രക്കും വലുതായിരിക്കും. വളരെ ശാന്തവും സുന്ദരവുമായിട്ടുള്ളതായിരിക്കും. ഒരു വലിയ കൊട്ടാരം പോലെ. അത് കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നും. ഇവരെ കണ്ട പുള്ളി ഇവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ആളുടെ പേര് എമറ്റ് എന്നാണ്. ആ വീട് നമ്മുടെ സാറൊക്കെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നേരം എമറ്റ് ഈ വീട് 1980 നിർമ്മിച്ചതാണെന്നും മുമ്പ് ഈ വീടിന്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു എന്നും പിന്നീട് ഞാൻ ഈ വീട് വാങ്ങിച്ചതിന് ശേഷം ഈ വീട് നല്ല രീതിയിൽ മാറ്റി എന്നൊക്കെ പറയുന്നു. അപ്പോ ഇവരിങ്ങനെ വീട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളൊക്കെ എമറ്റിനോട് പറയുന്നുണ്ട്. സ്വാഭാവികം, വീടൊക്കെ കിട്ടാൻ കുറച്ച് പാടാണെന്ന് എമറ്റും പറയുന്നു. ശേഷം എമറ്റ് അവരോട് പുതിയ വീട് ഇപ്പോ അന്വേഷിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവർ കാരണം എന്താണെന്ന് പറയുന്നില്ല. പകരം ഞങ്ങൾക്ക് എന്തോ പുതിയൊരു ലൈഫ് തുടങ്ങണമെന്ന് തോന്നി എന്ന് മാത്രം പറയുന്നു. ശേഷം ആ വീട്ടിലെ ഗ്ലാസ് ഷോക്കേസിൽ പഴയ റൈഫിൾസും ലോങ് ഗൺസും ഹാൻഡ് ഗൺസും കത്തിയും കടാരയും വാളും എല്ലാം മ്യൂസിയം പോലെ വെച്ചത് ഇവർ കാണുന്നു. അങ്ങനെ അവർ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴായിരിക്കും എമറ്റ് പറയുന്നേ ഈ വീട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ പണിക്കാർക്ക് കിട്ടിയതാണ് ഇതൊക്കെ. ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്കും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഇതൊന്നും കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ചങ്ങ് വെച്ചു. ശരിക്കും പറഞ്ഞാൽ പഴയ വീടൊക്കെ മനുഷ്യന്മാരെ പോലെയാണ്.
പുറത്തു നിന്ന് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാം, എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരുപാട് സീക്രട്സ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. അപ്പൊ എമറ്റി പറഞ്ഞതിന്റെ മീനിങ് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഈ വീട് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് സാറക്ക്. അതിപ്പൊ തന്നെ വാങ്ങണമെന്നുണ്ട്. എന്നാൽ അത് വാങ്ങാനുള്ള പൈസയും അവരുടെ കയ്യിലില്ല. അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. ശേഷം ഈ കാര്യം അവർ എമറ്റിനോട് പറയുന്നു. പൈസയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു വീടിന് നമ്മളെ ഹാപ്പിയാക്കാൻ പറ്റുമോ എന്ന് എമറ്റ് ചോദിക്കുമ്പോൾ, അത് നമ്മൾ ആ വീട്ടിൽ ജീവിക്കുന്നത് പോലെ ഇരിക്കും ആ വീട്ടിലെ നമ്മളുടെ ഹാപ്പിനെസ് എന്ന് സാറ പറയുന്നു. അങ്ങനെ എമറ്റ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഏതായാലും നിങ്ങൾ ഇന്ന് ഈ വീട്ടിലൊന്ന് താമസിച്ചു നോക്ക്. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവരും അതിന് റെഡിയാകുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ അന്ന് രാത്രി കിടക്കുന്ന ടൈം സാറയുടെ ഉള്ളിൽ മുഴുവനും ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നായിരിക്കും. ഇവിടെ ഒരു കുഞ്ഞൊക്കെയായി ഒരുമിച്ച് ഫാമിലിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അവൾ ജോണിനോട് പറയുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ അവരുടെ കയ്യിൽ അത് വാങ്ങാനുള്ള പൈസയും ഇല്ലല്ലോ. ഈ കാര്യത്തിൽ എമറ്റിന് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പാക്കാൻ പറ്റുമെന്ന് ജോൺ അവളോട് പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് പിറ്റേ ദിവസം ഏതോ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടി ഇവരുടെ ഉറക്കം ഞെട്ടുന്നു. അല്ല, ഇതാരെ ഈ പോയതെന്ന് ഇവർക്ക് മനസ്സിലാകില്ല. ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ആ വീട് അങ്ങോട്ട് വാങ്ങിക്കാനും സാധിക്കില്ല. അങ്ങനെ അവർ എമറ്റിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി അയാളെ അന്വേഷിക്കുന്നു. എന്നാൽ എത്ര വിളിച്ചിട്ടും എമറ്റിന് അവിടെ എവിടെയും കാണില്ല. ചേട്ടാ, ഇതെവിടെ പോയി? ആ സമയത്തായിരിക്കും എമറ്റ് ഇവർക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നേ. അപ്പൊ അതിൽ, ഡിയർ ജോൺ ആൻഡ് സാറ, നിങ്ങളെ രണ്ടുപേരെയും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു. പഴയതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാനല്ലേ നിങ്ങൾ ഒരു പുതിയ വീടും അന്വേഷിച്ചിറങ്ങിയത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ വീട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ മാത്രം, അവിടെയുള്ള ബേസ്മെന്റിന്റെ ഡോറ് ഒരിക്കലും തുറക്കാൻ പാടില്ല. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈ വീട് നിങ്ങളുടേതായിരിക്കും. അല്ല, മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഈ വീട് ഞാൻ തിരിച്ചെടുക്കും. തീരുമാനം നിങ്ങളുടേതാണ് എന്നായിരിക്കും അതിലുണ്ടാവുക. അങ്ങനെ അവർ നേരെ എമറ്റ് പറഞ്ഞ ആ ബേസ്മെന്റിന്റെ ഡോറിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ അത് ലോക്ക്ഡ് ആയിരിക്കും. ഇതൊക്കെ കണ്ട് ജോണിന് എന്തൊക്കെയോ വശപിശക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വലിയ വീട് ഫ്രീ ആയിട്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു, എന്നാൽ ബേസ്മെന്റിന്റെ അകത്തേക്ക് പ്രവേശനവും ഇല്ലാതാനും. ഇവൻ നമ്മളാൽ പോലും നമുക്ക് ഡൗട്ട് തോന്നുമല്ലോ. എന്നാൽ സാറൊക്കെ അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അവൾ ഹാപ്പിയാണ്. അവൾ ഓൾറെഡി ഈ വീട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. അതാണെങ്കിൽ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറെ വീടിന് വേണ്ടി അലയുകയും വേണ്ട. ആ സമയത്ത് ഇവരെ എമറ്റിന് പരിചയപ്പെടുത്തി കൊടുത്ത റിയൽട്ടറായ ജീനി അവിടേക്ക് വരുന്നു. അപ്പൊ ആ സ്ത്രീ എമറ്റ് ഈ വീട് ഇവർക്ക് കൊടുത്തത് അറിഞ്ഞതുകൊണ്ട് അവരോട്, ആഹാ, രണ്ടുപേർക്കും കോൾ അടിച്ചല്ലോ എന്ന് പറയുന്നു. അത് കേട്ട് ജോൺ, ഇതെന്താ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തരുന്നേ, ഇതെന്താ തമാശയാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് തമാശ, ഞാനാണ് എമറ്റിന്റെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഞാനിപ്പോൾ ഇവിടെ അതിന്റെ പേപ്പർ വർക്കിന്റെ കാര്യത്തിനാണ് വന്നത്. നിങ്ങൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ലല്ലോ, വേഗം സൈൻ ചെയ്യുന്ന ആ സ്ത്രീ പറയുന്നു. ഇതൊക്കെ കണ്ടിട്ടും ജോണിന്റെ മനസ്സ് ഇപ്പോഴും ആ ബേസ്മെന്റിന്റെ പിന്നിലുള്ള ദുരൂഹതയിൽ തങ്ങിക്കിടക്കുകയായിരിക്കും. അത് മനസ്സിലാക്കിയ സാറ, ജോൺ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചിട്ട് അവിടുന്ന് മാറുന്നു. സാറ, ഒരാൾ ഇത്രയും വലിയൊരു വീട് വെറുതെ തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, അതിന് പിന്നിൽ എന്തൊക്കെയുണ്ട്, ഇതൊന്നും കണ്ടിട്ടും നിനക്കൊന്നും തോന്നുന്നില്ലേ എന്ന് ജോൺ സാറയോട് ചോദിക്കുന്നു. ജോൺ, നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. ഇനിയിപ്പോ നമ്മൾ വേറെ ചീപ്പായിട്ടുള്ള വീടാണ് വാങ്ങുന്നതെങ്കിൽ അത് റെനോവേറ്റ് ചെയ്യണം, അതിന്റെ പേപ്പർ വർക്കിന്റെ പിറകെ പോണം, അങ്ങനെ ഒരു ലോഡ് പണിയുണ്ടാകും. നമുക്ക് തന്നെ വട്ടാകും ഇതിന്റെ എല്ലാം പിറകെ പോയി. ഇതാകുമ്പോ ആ കുഴപ്പമില്ലല്ലോ. മാത്രമല്ല, നമ്മുടെ സേവിങ്സ് മുഴുവനും IVFന് പോയില്ലേ. ഇനി എവിടെയാ നമ്മളുടെ കയ്യിൽ പൈസ? എനിക്ക് ഈ വീടും പരിസരവും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവൾ ഇത്രയും പറഞ്ഞത് കൊണ്ടുതന്നെ മനസ്സിലോടെ അവൻ അതിന് സമ്മതിക്കുന്നു. എന്നാൽ അപ്പോഴും അവന്റെ മനസ്സ് സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരിക്കും. അങ്ങനെ അവർ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു. സാറയാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പിയും. അങ്ങനെ അവർ രണ്ടുപേരും ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. സാറ അവളുടെ ഡിപ്രഷനിൽ നിന്നൊക്കെ മെല്ലെ കരകയറാൻ തുടങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിന്റെ താളം തിരിച്ചു വരാനും തുടങ്ങുന്നു. പുതിയ വീടായതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരുടെ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയും ഒക്കെ വിളിച്ചുകൂട്ടി ഒരു ഹൗസ് വാമിംഗ് പാർട്ടി നടത്തുകയാണ്. അപ്പോൾ അവിടെ അലീസിയും വരുന്നുണ്ട്. ജോൺ ആണെങ്കിൽ അവളെ മാത്രം ഇവിടെ ക്ഷണിച്ചിട്ടില്ല. അല്ല, ഇവൾ എങ്ങനെ ഇവിടെ വന്നേന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. മാത്രമല്ല, അവളെ ഇവിടെ കണ്ടതുകൊണ്ട് തന്നെ ഇവൻ എന്തൊക്കെയോ അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്. ശേഷം അലീസ സാറയെ പരിചയപ്പെടുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ജോൺ അലീസയുടെ അടുത്ത് പോയിട്ട്, നീ എന്താ ഇവിടെ വന്നേ, നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവരുടെ കൊളീഗായ സാക്ക് എന്ന പേരുള്ള ഒരുത്തനാണ് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പോൾ അവന്റെ കൂടെയാണ് ഇവൾ വന്നത്. ജോൺ, എനിക്ക് നിന്നെ എന്തോ കാണണമെന്ന് തോന്നി. നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞു.
എനിക്കെന്തോ അത് കേട്ടപ്പോ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവനെ അവളുടെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇവനും മനസ്സിലാകുന്നുണ്ട് ഇവളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അലീസ, ഞാൻ നിന്നോട് അന്നേ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ, നീ അതൊന്നും മനസ്സിലാക്ക്, എന്നെ ഒന്ന് ദയവ് ചെയ്ത് വിട്ടേക്ക് എന്ന് ഇവൻ പറയുന്നു. അന്നേരം സാക്ക് വന്നിട്ട് ജോണിനോട്, ജോൺ നീ എന്തിവിടെ ചെയ്യുന്നേ, നീ ഒന്ന് പുറത്തു വന്നേ, ഒരു കാര്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ജോൺ പുറത്തു പോയി നോക്കുമ്പോൾ കാണുന്നത് ഏതോ ഒരാൾ പെട്രോളോ മറ്റോ എടുത്ത് അവരുടെ വീട് തന്നെ നോക്കി നിൽക്കുന്നതായിരിക്കും. ഇയാളിതാരാ, എന്തിനാ ഈ വീട് തന്നെ നോക്കി നിൽക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാകില്ല. ജോൺ അയാളുടെ അടുത്ത് പോയിട്ട്, മിസ്റ്റർ നിങ്ങൾ ആരാ, നിങ്ങൾക്ക് വഴി തെറ്റിയതാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ വീട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കത്തിച്ചു കളയണം, ഈ വീട് നിങ്ങൾ കൊടുത്ത പൈസക്ക് വേർത്തല്ല, ഇത് നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. അല്ല ആരിത്, ഇവനാണെങ്കിൽ ഇയാൾ ഇതെന്താ പറഞ്ഞതെന്നും മനസ്സിലാകില്ല. വീട് മാറി എന്തൊക്കെയോ പിച്ചും പെയ്യും വിളിച്ചു പറയുന്നതാണെന്ന് ഇവർ ചിന്തിക്കുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ഇവരുടെ അയൽവാസിയായ കാതറിൻ സാറയെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ വേണ്ടി നിന്നതായിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് നിങ്ങൾ ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ, ഒന്ന് സെറ്റായിട്ട് പിന്നെ മെല്ലെ പരിചയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വാ എന്നൊക്കെ കാതറിൻ പറയുന്നു. അങ്ങനെ സാറ വരാമെന്ന് സമ്മതിക്കുന്നു. അല്ല നിങ്ങൾ എന്തായാലും ഈ വീട്ടിൽ കുറെ കാലം നിൽക്കില്ലേ, ഇവിടം വിട്ട് പോകില്ലല്ലോ എന്നൊക്കെ ഇവൾ ചോദിക്കുന്നുണ്ട്. കാതറിൻ എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചെന്ന് സാറ ചിന്തിക്കുന്നുണ്ട്. ബട്ട് ഇവൾ അതിനെപ്പറ്റിയൊന്നും അങ്ങോട്ട് ചോദിക്കില്ല. പക്ഷെ അത് ഇവളുടെ മൈൻഡിൽ തന്നെ ഉണ്ടാകും. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ ജോൺ ഓഫീസിൽ പോകുമ്പോൾ ആകെ കാര്യങ്ങളുടെ കിടപ്പ് മൊത്തം ഇച്ചിരി മോശമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലീസ ജോൺ അവളെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അതുകൊണ്ട് ആ കംപ്ലൈന്റിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നത് വരെ ജോണിനെ ടെമ്പററി ആയിട്ട് അവന്റെ ബോസ് ഈ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ജോണിന് അലീസി പറഞ്ഞ കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇന്നലെ വരെ അവൾ മര്യാദക്കാണല്ലോ സംസാരിച്ചത്, പിന്നെ എന്തിനാ അവൾ ഈ കള്ളം പറഞ്ഞെന്ന് ഇവന് മനസ്സിലാകില്ല. അതുകൊണ്ടങ്ങ് തീരില്ല. ഇനി ഈ കാര്യം എങ്ങനെ സാരയോട് പറയും, ഇനി പറഞ്ഞാൽ തന്നെ അവളെങ്ങനെ ഈ വിഷയത്തെ കാണുമെന്നൊക്കെ തോട്ട്സ് ആയിരിക്കും ജോണിന്റെ ഉള്ളിൽ. അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ പേടിച്ചിട്ട് സാരയോട് സംഭവത്തെ പറ്റിയൊന്നും പറയില്ല. അപ്പോഴായിരിക്കും സാറ പറയുന്നേ, ജോൺ ഞാൻ വീണ്ടും വർക്കിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു, ഇങ്ങനെ ഏത് നേരവും ഇവിടെ തന്നെ ഇരുന്ന എനിക്ക് വട്ടാകും. അത് കേട്ട് ജോണിന് കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്നുള്ള പേടിയിലായിരിക്കും. എത്രയോ ദിവസത്തിന് ശേഷമാണ് സാറയെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇവൻ കാണുന്നത് തന്നെ. അതുകൊണ്ട് താനായിട്ട് അതില്ലാതാക്കണ്ട എന്ന് കരുതി അവനൊന്നും മിണ്ടത്തില്ല. അങ്ങനെ പിറ്റേ ദിവസമാകുന്നു. സാറ പഴയതുപോലെ ജോലിക്ക് പോകുന്നു. അന്നേരം ജോണിന്റെ ബോസ് അവനെ വിളിച്ചിട്ട്, നീ സാറയോട് നിന്റെ സസ്പെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് അവൾ കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നേ, അതുകൊണ്ടുപോയി എനിക്ക് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് ജോൺ നീ എത്രത്തോളം കാര്യങ്ങൾ പറയാതിരിക്കുന്നുവോ അത്രത്തോളം കാര്യങ്ങൾ വഷളാകും, നീ അതൊന്നും മനസ്സിലാക്ക്. ശേഷം അന്ന് ഹൗസ് വാമിംഗ് പാർട്ടിക്കിടയിൽ ഒരു സ്ട്രേഞ്ചർ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞില്ലേ. ഇനി ഇതെല്ലാം നടക്കുന്നതിന്റെ റീസൺ ആ വീടാണോ അതോ ആ ബേസ്മെന്റ് ആണോ എന്ന് കരുതി ജോൺ ആ ബേസ്മെന്റിന്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര പിടിച്ചിട്ടും വലിച്ചിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല. ശേഷം അവനൊരു ക്രോബാറൊക്കെ എടുത്ത് അത് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതും പറ്റുന്നില്ല. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ റെസ്റ്റോറന്റിൽ പോയ സമയത്ത് സാറ ജോണിനോട്, നമ്മൾക്ക് ഈ വീക്കെൻഡ് നമ്മളുടെ വീട്ടിലെ മുകളിലത്തെ മുറിയിൽ നഴ്സറി സെറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ജോണിന്റെ അവസ്ഥയാണെങ്കിൽ കഷ്ടമായിരിക്കും. അവൻ ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് അവൻ അവന്റെ ഓഫീസിലും അവിടുത്തെ പ്രശ്നങ്ങളിലും പിന്നെ ആ ബേസ്മെന്റും അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. സാറ അയാൾ എങ്ങനെ അറിയാനാ, ആരെന്തറിയാൻ, ഈ എമറ്റിന് അയാൾ എങ്ങനെ അറിയാനാ ഇനിയിപ്പോ നമ്മൾ ആ ബേസ്മെന്റ് തുറന്നോ ഇല്ലയോ എന്ന്, അയാൾ കാണുന്നില്ലല്ലോ. അതിന്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഇവൻ പറയുന്നു. അത് എമറ്റ് നമ്മളോട് ആ വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് നിനക്കത് തുറന്നേ അടങ്ങുള്ളൂ എന്ന തോന്നൽ, അല്ലാതെ വേറൊന്നുമല്ല. എന്നാലും ഇവൻ അത് വിട്ടുകളയാനും പറ്റുന്നുണ്ടായില്ല. അയാൾ എന്തുകൊണ്ടാ നമ്മളോട് അത് തുറക്കരുതെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയണം. എന്നാൽ ഇവൾക്ക് അതിനോട് ഒട്ടും താല്പര്യമുണ്ടായില്ല. കാരണം ഇനിയിപ്പോ അവർ ആ ബേസ്മെന്റ് തുറന്നാൽ ആ കോൺട്രാക്ട് അങ്ങ് ബ്രേക്ക് ആകും. അതോടെ ഇവരുടെ കയ്യിൽ നിന്ന് ആ വീടും അങ്ങ് പോകും. പിന്നെ എല്ലാം പഴയ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അവൾ അത് തുറക്കണ്ട എന്ന് പറയുന്നു. എന്നാലും ജോണിന്റെ മനസ്സിൽ മുഴുവനും എമറ്റിനെ കുറിച്ചുള്ള സംശയമായിരിക്കും. ശേഷം ജോൺ പിറ്റേ ദിവസം പ്ലാനിംഗ് ഓഫീസിൽ പോയിട്ട് ആ വീടിന്റെ ബ്ലൂ പ്രിന്റിനെ പറ്റി ചോദിക്കുന്നു. അങ്ങനെ അയാൾ അത് എടുത്തു കൊടുക്കുന്നു. ആ വീട്ടിലെ മുമ്പത്തെ ഓണറായ പോൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ കോപ്പി മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എമറ്റ് ആയിരുന്നല്ലോ അവിടുത്തെ ഓണർ. ഇതിപ്പോ പോൾ ഇപ്പൊ എവിടെ നിന്ന് വന്നെന്ന് ഇവൻ ചിന്തിക്കുകയാണ്. പോളോ,
അപ്പൊ എമറ്റല്ലേ ആ വീട്ടിൽ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ 25 വർഷം മുമ്പ് എമറ്റായിരുന്നു അവിടെ താമസിച്ചത്. പിന്നെ കുറച്ചു കാലമായിട്ട് എമറ്റിന്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. എന്തോ കുടുംബ പ്രശ്നമാണെന്ന് തോന്നുന്നു. എമറ്റിന്റെ ഭാര്യ അയാളുടെ 5 വയസ്സുള്ള മകളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അവരുടെ ഒരു വിവരവും ഇല്ലാതായി. അല്ല, എമറ്റിന്റെ ഭാര്യ എമറ്റിനെ വിട്ട് ഇനി പോയതാണോ അതോ അവരെ കാണാതായതാണോ എന്നൊക്കെ സംശയം ഇവന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ അവൻ ആ ബ്ലൂ പ്രിന്റ് എടുത്തു നോക്കുന്നു. അപ്പൊ സ്റ്റെയർ കേസിന്റെ അടുത്തായിട്ട് ഒരു ഹിഡൻ സ്പേസ് ഉള്ളതായിട്ട് അതിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലൂടെ പോയി കഴിഞ്ഞാലും ബേസ്മെന്റിലേക്ക് എത്താൻ പറ്റും. ശേഷം അവൻ മൂർച്ചയുള്ള എന്തോ എടുത്ത് അതങ്ങ് തുറന്ന് ടോർച്ച് എടുത്ത് അതിന്റെ താഴേക്ക് ഇറങ്ങുന്നു. അപ്പൊ അവൻ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ഡോറ് കാണുന്നു. അപ്പൊ അതിൽ മെറ്റൽ ബാറും ഉണ്ട്. മാത്രമല്ല അത് ലോക്ക്ഡ് ആണ്. ശേഷം പവർ ഡ്രിൽ ഉപയോഗിച്ച് അവൻ അതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ മെല്ലെ നോക്കുന്ന സമയത്തായിരിക്കും സാറ ജോലിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നേ. അപ്പൊ സാറയുടെ വണ്ടിയുടെ ശബ്ദം കേട്ട ഇവൻ അപ്പൊ തന്നെ അവിടുന്ന് ഇറങ്ങുന്നു. അപ്പൊ സാറയുടെ വിചാരം ഇവൻ വർക്കിന് പോയി എന്നാണല്ലോ. ഓഫീസിൽ നടന്ന പുകിലൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. നീ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞെന്ന് അവൻ പറയുന്നു. അവൻ ആ സ്റ്റെയർ കേസിന്റെ അടുത്തുള്ള സ്റ്റോറേജ് ക്ലോസറ്റിൽ കയറിയതൊന്നും അവളോട് പറയില്ല. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഷീ വിൽ നെവർ അഗ്രി ടു ദാറ്റ്. അവനത് നന്നായി അറിയാം. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അന്ന് രാത്രി അലീസിയെ വിളിച്ചിട്ട് ജോൺ ഇങ്ങനെ ഇവനെതിരെ കേസ് കൊടുത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കണമെന്നും നേരിട്ട് കാണണമെന്നും പറയുന്നു. അങ്ങനെ അവൾ നാളെ നേരിട്ട് കാണാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ജോൺ അവളെ കാണാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് നീ എന്തിനാടി എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അപ്പൊ ഇവള് ശരിക്കും ഇവൻ ഇവളെ തേച്ചതിന്റെ ദേഷ്യത്തിൽ ഉണ്ടാക്കിയെടുത്ത സ്റ്റോറി ആയിരുന്നു അത്. ജോൺ, നീ ആ സാറയുടെ കൂടെ ഹാപ്പി അല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. നീ എന്നെ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായി നീ അതിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരിക്കലും അവളെ ഒഴിവാക്കി നിന്റെ അടുത്ത് വരില്ല എന്ന് ജോണും. അങ്ങനെയാണോ? എന്നാൽ ഞാൻ നമ്മളുടെ റിലേഷനെ പറ്റി നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി പറയും. നിന്റെ നിഴലെങ്ങാനും സാരയുടെ 7 അയലത്ത് കണ്ട നിന്നെ ഞാൻ അങ്ങ് കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. ജോണി ഭീഷണിപ്പെടുത്തിയെങ്കിലും അവന് അലീസ സാരയോട് എല്ലാ സത്യങ്ങളും പറയുമോ എന്ന ടെൻഷനുണ്ട്. ആകെ കൂടി ജീവിതം മൊത്തം താറുമാറായി കിടക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഇവന് ഒരു സമാധാനവും ഉണ്ടാകില്ല. ശേഷം ജോൺ ഞാനൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാമെന്ന് സാരയോട് പറഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങുന്നു. സാരയാണെങ്കിൽ വീടിനകത്ത് നഴ്സറി സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും. പെട്ടെന്ന് അവൾക്ക് ഛർദി വരുന്നു. ശേഷം അവൾ താൻ പ്രഗ്നന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ പോസിറ്റീവ് ആയിരിക്കും. അത് കണ്ട് അവൾ അങ്ങ് ഹാപ്പിയാകും. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ പ്രഗ്നൻസി ടെസ്റ്റ് താഴെ വീഴുന്നു. അപ്പൊ അവൾ അത് എടുക്കുന്ന സമയത്ത് ബെഡിന്റെ അടിയിൽ ഒരു ചാർട്ട് പോലത്തെ എന്തോ ഒന്ന് കാണുന്നു. അപ്പൊ അത് അവൾ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അത് ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് ആണെന്ന് മനസ്സിലാവുക. അപ്പൊ അവക്കും മനസ്സിലായി സ്റ്റെയർ കേസിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള കാര്യം. അപ്പൊ ജോൺ അതിന്റെ അകത്ത് കയറാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവക്ക് മനസ്സിലാകുന്നു. ശേഷം അവൾ അത് തുറന്ന് അതിന്റെ അകത്തേക്ക് കയറുന്നു. അന്നേരമായിരിക്കും അലീസ അവളുടെയും ജോണിന്റെയും റിലേഷൻഷിപ്പിനെ പറ്റി അറിയിക്കാനും അവർക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും പറയാൻ വേണ്ടി സാറയെ കാണാൻ വരുന്നേ. അലീസ സാറയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. എന്നാൽ സാറ ഇതിന്റെ അകത്തായതുകൊണ്ട് തന്നെ അവളൊന്നും കേൾക്കില്ല. അലീസ ഇവളും ജോണും ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറുഭാഗത്ത് സാറ ജോൺ ഉണ്ടാക്കിയ ആ ഹോള് കാണുന്നു. അപ്പൊ ജോൺ ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് ഇവൾക്ക് കൺഫേം ആകുന്നു. വേറൊരു ഭാഗത്ത് അലീസ നോക്കുമ്പോൾ സാരയുടെ പ്രഗ്നൻസി ടെസ്റ്റ് കാണുന്നു. അപ്പൊ സാറ പ്രഗ്നന്റ് ആണെന്ന് ഇവക്ക് മനസ്സിലാകുന്നു. ഇതൊക്കെ കണ്ട് അവൾ ആകെ മൊത്തം തകർന്നു പോവുകയാണ്. മറുഭാഗത്ത് വാതിലടയുന്ന ശബ്ദം സാറ കേൾക്കുന്നു. ആരെങ്കിലും വന്നോ എന്ന് അറിയാൻ വേണ്ടി ഇവൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരെയും കാണില്ല. അവിടെയുള്ള വാതിൽ മാത്രം തുറക്കുകയും അടയുകയും ചെയ്യുന്നുണ്ടാകും. അപ്പോഴേക്കും അലീസ അവിടുന്ന് പോയിട്ടുണ്ടാകും. മറുഭാഗത്ത് ജോണിനെ അവന്റെ ബോസ് അവനെ വിളിച്ചിട്ട് 2 തെറി പറയുന്നു. കാരണം ഇവൻ ഇൻവെസ്റ്റിഗേറ്റ് നടക്കുന്ന സമയത്ത് തന്നെ അലീസയെ കാണാൻ പോയില്ലേ അതിന്. ഞങ്ങൾ എന്ന് ആ വീട്ടിൽ താമസം മാറിയോ അന്ന് മുതൽ പ്രശ്നങ്ങളുടെ പെരുമഴയാണെന്ന് ജോണും. അതേസമയം അലീസയുടെ വണ്ടി അതിലൂടെ പോകുന്നത് ഇവൻ കാണുകയാണ്. അപ്പൊ അലീസ താനും അവനും തമ്മിലുള്ള ബന്ധം സാറയെ അറിയിക്കാൻ വന്നതാണെന്ന് അവന് മനസ്സിലാകുന്നു. അവളോട് സാറയുടെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടും അവൾ പോയത് കൊണ്ട് ജോൺ അലീസയുടെ പിറകെ പോകുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ഓടാൻ പോയ ജോൺ ലേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നത് കണ്ട സാറ നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. എടി, നിന്നോട് ഞാൻ ഓടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? അപ്പൊ ഇവളിവിടുന്ന് കരയുകയാണ്. അന്നേരം ജോണിന്റെ ഉള്ളിൽ അലീസ എന്തേലും ഇവളോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സാറ, നിനക്ക് എന്താ പറ്റിയതെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇവൾ പറയുന്നേ. അതോടെ അലീസ കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇവന് ബോധ്യമാകുന്നു.
ശേഷം സാറ അവനോട് നീ ആ സ്റ്റെയർ കേസിന്റെ അടുത്തുള്ള ആ സ്റ്റോറേജ് ക്ലോസറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. എടി നീ എന്തായി പറയുന്നേ, ഞാൻ കയറിയിട്ടില്ല എന്ന് അവൻ പറയുമ്പോ, നീ കയറിയിട്ടില്ല, പക്ഷെ നീ അതിലെ ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ അത് തുറക്കാൻ പോയത്? ഇതെങ്ങാനും എമറ്റ് അറിഞ്ഞാ പിന്നെ അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നീ ഓരോ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അവള് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ജോണിന്റെ ഓഫീസിലുള്ള HR വിളിച്ചിട്ട് അലീസ ഇവനെതിരെ കൊടുത്ത കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, ഇവൻ കുറ്റക്കാരനല്ല എന്ന് ബോധ്യമായി, അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ വർക്കിന് വന്നോളൂ എന്ന് പറയുന്നു. സാറ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങ് ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം ജോൺ ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് അവന്റെ ബോസിനോട് അലീസ എവിടെ, അവളെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അവൾ ഈ ആഴ്ച മൊത്തം ലീവായിരുന്നു, വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ചിലപ്പോൾ അവൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള നാണക്കേട് തോന്നിയിട്ടുണ്ടാകുമെന്ന് ബോസ് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ സാറ നഴ്സറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ജോണിന് അവിടുത്തെ വാളിൽ നിന്ന് ഒരു ബുള്ളറ്റ് കിട്ടുന്നു. അപ്പൊ തന്നെ അവന് എമറ്റിന് ഡൗട്ട് വരുന്നുണ്ട്. അതോടെ ഈ കാര്യം എന്തായാലും പോലീസിനെ അറിയിക്കണമെന്നും എമറ്റിന്റെ വൈഫിനെയും കുഞ്ഞിനെയും 25 വർഷം മുമ്പ് കാണാതായിട്ടുണ്ടായിരുന്നു എന്നും എനിക്കെന്തോ അയാളുടെ മേലെ കുറെ സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ജോൺ, നീ എന്തീ പറയുന്നേ? അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും കൊന്ന് ആ ബേസ്മെന്റിൽ ഇട്ടെന്നാണോ നീ പറയുന്നേ? അങ്ങനെ തന്നെയാണെന്ന് ഇവനും. ഞാൻ എന്തായാലും നീ ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ല. നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണെന്ന് അവളും. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ദിവസം ജോൺ ഓഫീസിൽ പോകുമ്പോൾ അവന്റെ ഓഫീസിലെ സ്റ്റാഫ്സ് എല്ലാം എന്തോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാകും കാണുന്നേ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ അലീസയെ കാണാനില്ല. അവളുടെ കാറ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടു കിട്ടിയിട്ടാണുള്ളത്. എല്ലാവരും അവൾ സൂയിസൈഡ് ചെയ്തതോ മറ്റോ ആണെന്നാണ് പറയുന്നേ. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത ഷോട്ടിൽ സാറ കാതറിനോട് ബാറിൽ നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, അന്ന് നീ എന്നെ പരിചയപ്പെടാൻ വന്ന സമയത്ത് എന്നോട് നിങ്ങൾ ആ വീട്ടിൽ തന്നെ നിൽക്കില്ലേ, പോകില്ലല്ലോ എന്നൊക്കെ ചോദിച്ചില്ലേ, അതെന്തുകൊണ്ടാ നീ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു. അത് വേറൊന്നുമല്ല, അവിടെ മുമ്പ് താമസിച്ച എല്ലാവരും ഓരോ കാരണങ്ങൾ കൊണ്ട് അവിടം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അവസാനം അവിടെ താമസിച്ചത് പോൾ എന്ന് പറയുന്നയാളും അയാളുടെ ഫാമിലിയുമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ അയാളും അവിടുന്ന് പോയി എന്ന് കാതറിൻ പറയുന്നു. ആ സമയത്ത് അലീസയെ കാണാതായതും അവളുടെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതുമൊക്കെ ന്യൂസിൽ ഇവൾ കാണുന്നു. അപ്പൊ ജോൺ എന്താ തന്നോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നതെന്ന് ഇവൾ തിങ്കാക്കുകയാണ്. ശേഷം സാറ ജോണിനോട് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അലീസയെ കാണാതായി എന്ന് കേട്ടല്ലോ, പോലീസിനെ അതിനെപ്പറ്റി എന്തേലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, പോലീസ് ഓഫീസിലുള്ള എല്ലാവരോടും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, എന്നാൽ ആർക്കും തന്നെ അറിയില്ല അവൾക്ക് എന്താ പറ്റിയതെന്ന് ജോണും പറയുന്നു. അപ്പൊ സാറയ്ക്കാണെങ്കിൽ ജോണിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. ശേഷം അവൾ ജോൺ കാണാതെ അവന്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്കുമ്പോൾ അവന്റെ കമ്പനിയിലെ HR അലീസയുടെ കേസിൽ അവൻ നിരപരാധിയാണെന്ന് അയച്ച മെയിലൊക്കെ കാണുന്നു. ശേഷം അവന്റെ ഫോണും എടുത്തു നോക്കുമ്പോൾ അതിൽ അലീസയെ അങ്ങോട്ട് വിളിച്ചതും അലീസ ഇങ്ങോട്ട് വിളിച്ചതുമൊക്കെയുള്ള കോൾ ലിസ്റ്റ് ഇവൾ കാണുകയാണ്. അതൊക്കെ കണ്ട് സാറയ്ക്ക് ജോണിനോടുള്ള സംശയം രൂക്ഷിക്കുകയാണ്. അലീസയുടെ മിസ്സിങ്ങിന് പിന്നിൽ ഇവൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് വരെ ഇവൾ ചിന്തിക്കുകയാണ്. ഇവിടെ ജോണിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വാളിൽ നിന്ന് കിട്ടിയ ആ ബുള്ളറ്റും അതും എമറ്റും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെയായിരിക്കും ഇവന്റെ ചിന്ത മുഴുവനും. അത് ഇവിടുത്തെ ബുള്ളറ്റ് തന്നെയാണോ എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഷോക്കേസിൽ ഒരുപാട് തോക്കുകൾ ഉണ്ടായിരുന്നല്ലോ, ആ ബുള്ളറ്റ് അതിലെ ഒരു ഗണ്ണിൽ വെച്ച് നോക്കുമ്പോൾ അത് മാച്ച് ആയിരിക്കും. അപ്പം എമറ്റ് അയാളുടെ ഭാര്യയും മകളെയും ഇതുകൊണ്ട് കൊന്നെന്ന് ജോണിന് കൺഫേം ആകുന്നു. ശേഷം അവൻ സാറയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ജോൺ, ആ 2 തോക്കും സെയിം ബ്രാൻഡ് ആയിരിക്കും. അതിന്റെ അർത്ഥം എമറ്റ് അയാളുടെ ഫാമിലിയെ കൊന്ന് ആ ബേസ്മെന്റിൽ തള്ളി എന്നല്ല. അല്ലെങ്കിൽ പോട്ടെ, ഇനി അഥവാ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്ക്, അതെന്തിന് ബേസ്മെന്റിൽ തന്നെ സൂക്ഷിക്കണം? അതും എല്ലാവരും കാണുന്ന സ്ഥലത്ത് തന്നെ. ബോധമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നമുക്ക് എന്തായാലും ആ ഡോറ് തുറക്കണമെന്ന് ഇവൻ വാശി പിടിക്കുമ്പോൾ ജോൺ, ഈ കാര്യം എങ്ങാനും എമറ്റ് അറിഞ്ഞാ പിന്നെ നമ്മളുടെ വീട് അങ്ങ് പോകും, ഞാൻ പറഞ്ഞില്ല വേണ്ട എന്ന് ഇവളും. അന്നേരം ആരോ ഡോർബെൽ അടിക്കുന്നു. അപ്പൊ അത് വേറെ ആരും ആയിരിക്കില്ല, പോലീസായിരിക്കും. അലീസയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ജോണിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ് അവർ. ശേഷം അവർ സാറയോട് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ജോണിനോട് അലീസ അവനെതിരെ കൊടുത്ത സെക്സ്വൽ ഹരാസ്മെന്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ മുമ്പ് റിലേഷനിലായിരുന്നു, പിന്നീട് ഞാൻ ആ ബന്ധം അവസാനിപ്പിച്ചു. അതിന്റെ ദേഷ്യത്തിലാണ് അവൾ അതെല്ലാം കാണിച്ചു കൂട്ടിയത്. അല്ല, ഞാൻ നിരപരാധിയാണെന്ന് ഓൾറെഡി തെളിഞ്ഞു എന്ന് ഇവൻ പറയുന്നു. അതേസമയം സാറ മറുഭാഗത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് ഇവൾക്ക് സഹിക്കാനാകില്ല. അവളെ കാണാതായ ദിവസം നീ എവിടെയായിരുന്നു എന്ന് ഇവർ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു എന്ന് ഇവൻ പറയുന്നു. നീ ഈ വീട്ടിൽ തന്നെയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ
സാറ അതിന്റെ ഇടയ്ക്ക് കയറി ജോൺ പറഞ്ഞത് ശരിയാണ്, അന്ന് ഇവൻ എന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കള്ളം പറഞ്ഞ് ജോണിനെ അങ്ങ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരെല്ലാം അവിടുന്ന് പോകുന്നു. അവർ പോയതിനു ശേഷം സാറ എല്ലാ കാര്യവും അറിഞ്ഞത് കൊണ്ട് തന്നെ, സാറ, അലീസ എനിക്കെതിരെ ആരോപിച്ച കുറ്റം നിന്നോട് പറയാതിരുന്നത് അത് സത്യമല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് ഇവൻ പറയുന്നു. ഓഹോ, പക്ഷെ നീ വേറെയും പല കാര്യങ്ങളും എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള കാര്യം? അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീയും അവളുമായിട്ട് എന്തോ ഉണ്ടെന്ന്. പക്ഷെ അന്ന് അത് ഞാൻ കാര്യമാക്കില്ല, വെറുതെ നിന്നെ സംശയിക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യായി. അപ്പൊ അന്ന് ഇവൾക്ക് മിസ്കാരേജ് സംഭവിച്ചപ്പോൾ ഇവൻ അലീസയുടെ കൂടെയായിരുന്നു ഉണ്ടായത്. ആ റിയൽ എസ്റ്റേറ്റിന്റെ ആവശ്യത്തിന് ഞാനും വരട്ടെ എന്ന് അലീസ ചോദിച്ചപ്പോൾ ഇവൻ വേണ്ട എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നീട് അവൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കൂടെ വരാൻ. അന്ന് അവർ തമ്മിൽ പലതും നടന്നിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അന്ന് സാറയ്ക്ക് വയറുവേദന വന്ന ടൈം അവനെ വിളിച്ചപ്പോൾ അവനെ കിട്ടാതിരുന്നത്. അവൻ ഫോണും എവിടെയോ വെച്ച് ആ അലീസയുടെ കൂടെ റൊമാൻസിലായിരുന്നു. ഇതൊക്കെ സാറയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. എന്നിട്ടും ഞാൻ നിനക്ക് വേണ്ടി പോലീസിനോട് കള്ളം പറഞ്ഞു എന്ന് ഇവൾ പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിന്നോട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഇവൻ പറയുന്നു. പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ജോൺ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയായിരുന്നു. നാളെ നമ്മുടെ കുഞ്ഞിനോട് നിന്റെ അച്ഛൻ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് ജയിലിൽ പോയതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സാറാ, അപ്പൊ നീയും ഞാൻ അലീസയെ കൊന്നു എന്നാണോ കരുതുന്നേ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ എന്ത് കരുതുന്നു എന്നതിലല്ല കാര്യം. പോലീസുകാർ ഇപ്പോഴും നീയാണ് അവളെ കൊന്നതെന്നാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് സാറ പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ജോണിന്റെ മനസ്സ് ഇപ്പോഴും അവളുടെ ആ വീടും ബേസ്മെന്റും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പിന്നെ ആ എമറ്റിനെ കുറിച്ചൊക്കെയായിരിക്കും. ഈ വീട്ടിൽ എന്ന് വന്നോ അന്ന് തുടങ്ങിയതാ ഇവരുടെ ലൈഫിലെ ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെ അവൻ ആ വീടിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ വീട്ടിൽ മുമ്പ് താമസിച്ച പോളിനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ പോൾ വേറെ ആരുമല്ല, അന്ന് ഇവരുടെ ഹൗസ് വാമിംഗ് പാർട്ടിക്ക് ഒരാൾ ആ വീട് കത്തിക്കാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അയാളായിരുന്നു അത്. ശേഷം ജോൺ അയാളോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ആദ്യമൊക്കെ നമ്മളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിരുന്നു, എന്നാൽ പോകെ പോകെ അതങ്ങ് കുറഞ്ഞു വന്ന് ഒരു സമാധാനവും ഇല്ലാതായി. അവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് തന്നെ. ആ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എന്റെ ഭാര്യയുമായിട്ട് പ്രശ്നത്തിലായി. ഞങ്ങളിപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലാണെന്ന് പോൾ പറയുന്നു. ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ ആ വീടിനല്ല പ്രശ്നം, ശരിക്കും നമുക്കാണ് പ്രശ്നം. നമുക്ക് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ താമസിക്കാൻ തുടങ്ങിയാൽ പുറത്തു വരും. ഇനി നിനക്ക് ആകെയുള്ള ഒരേ ഒരു വഴി ആ കോൺട്രാക്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോവുക എന്നുള്ളത് മാത്രമാണെന്ന് പോൾ പറയുന്നു. ശേഷം ജോൺ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് സാറയോട്, സാറ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നു. എന്നാൽ സാറയ്ക്ക് അതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടാകില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് താമസിക്കാൻ ആ പഴയ വീടല്ലാതെ വേറെ വീടില്ല. ഈ വീട്ടിൽ എത്രത്തോളം നമ്മൾ താമസിക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ ജീവിതം അപകടത്തിലാണ്. അതുകൊണ്ട് ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ആ ബേസ്മെന്റ് തുറക്കാൻ വേണ്ടി പോകുന്നു. സാറ വേണ്ട എന്ന് പരമാവധി പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കത്തില്ല. അവസാനം ഗതികെട്ട് അവൾ എന്തോ ഒരു സാധനം എടുത്ത് അവന്റെ തലക്കങ്ങ് അടിക്കുന്നു. അവന്റെ ബോധം അപ്പം തന്നെ പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്ന ജോണിന് സാറ എന്തിനാ തന്നെ അടിച്ചതെന്ന് മനസ്സിലാകില്ല. അപ്പോഴാണ് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം നീ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് സാറ ജോണിന് അലീസയുടെ ഫോണ് കാണിച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് അലീസയെ കൊന്നത് സാറയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നേ. സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് അലീസ സാറയെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തോ ശബ്ദം കേട്ട് സാറ ആ ക്ലോസറ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ നേരത്ത് മുകളിലൂടെ ആരോ നടക്കുന്നതായിട്ട് ഇവക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കള്ളനോ മറ്റോ ആണെന്ന് കരുതി പേടിച്ചുകൊണ്ട് സാറ ആ ഷോക്കേസിലുള്ള ഒരു തോക്ക് എടുത്ത് പോയി നോക്കുമ്പോഴായിരുന്നു അത് അലീസയാണെന്ന് മനസ്സിലായത്. സാറയോട്, അലീസ, നീ ഇപ്പൊ അനുഭവിക്കേണ്ടതൊക്കെ ഞാനായിരുന്നു അനുഭവിക്കേണ്ടിയിരുന്നത്. ജോൺ എന്റേതാണെന്ന രീതിയിൽ പറഞ്ഞ് സാറയെ അങ്ങ് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. സാറ അവളോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അലീസ എത്ര പറഞ്ഞിട്ടും അതിന് തയ്യാറായില്ല. അവസാനം ദേഷ്യം കൊണ്ട് അറിയാതെ സാറ അലീസയെ അങ്ങ് ഷൂട്ട് ചെയ്തു. എങ്ങനെയും ഒരു വിധം അവളുടെയും ജോണിന്റെയും ലൈഫ് ശരിയായി വരുമ്പോഴായിരുന്നു അലീസയുടെ ആ കടന്നുവരവ്. അവളിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ സാറയ്ക്ക് അത് താങ്ങാനായില്ല. ആ നേരത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും ഏതോ ഒരു നിമിഷത്തിൽ സാറ അവളെ ഷൂട്ട് ചെയ്തു പോയതാണ്. എന്നാൽ ആ സമയത്ത് അലീസ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കാൻ വേണ്ടി ഇവൾ നോക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് അതിനുശേഷമുള്ള തന്റെയും ജോണിന്റെയും ജീവിതത്തെ ഓർത്തും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഓർത്ത് അവൾ അത് ചെയ്തില്ല. അലീസ എങ്ങനെ രക്ഷപ്പെട്ടാൽ സാറ ജയിലിലാകുമല്ലോ. അതുകൊണ്ട് അവൾ അലീസയെ അപ്പൊ തന്നെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലുന്നു. എന്നിട്ട് സ്റ്റെയർ കേസിന്റെ അടുത്തുള്ള ആ സ്റ്റോറേജ് ക്ലോസറ്റിൽ അവളുടെ ബോഡി കൊണ്ടുപോയി ഇടുന്നു. ശേഷം അലീസയുടെ കാർ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടി സാറ ആ വണ്ടി എടുത്തു പോയി. ആ പോകുന്ന സമയത്തായിരുന്നു ജോൺ അത് കണ്ടത്. ബട്ട് ജോൺ വിചാരിച്ചത് അത് അലീസയാണെന്നാ. ജോൺ തന്റെ പിറകെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സാറ വണ്ടി വഴി മാറ്റി ഓടിക്കുന്നു.
എല്ലാ തെളിവും നശിപ്പിച്ചെന്ന് സാറ കരുതുമ്പോഴായിരുന്നു ജോണിന് അന്ന് അലീസിയെ കൊല്ലാൻ സാറ ഉപയോഗിച്ച ബുള്ളറ്റ് കിട്ടിയത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു ജോൺ അന്ന് ബേസ്മെന്റ് തുറക്കാൻ നിർബന്ധിച്ചിട്ടും സാറ അതിന് സമ്മതിക്കാതിരുന്നത്. അല്ലാതെ വീട് പോകുന്നു പേടിച്ചിട്ടല്ല. നടന്ന സംഭവങ്ങളെല്ലാം കേട്ട ശേഷം ഞാൻ ഈ കാര്യം പോലീസിനോട് അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ജോൺ പോകാൻ നോക്കുമ്പോൾ സാറ അവന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട്, പോലീസിനോട് പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാനിപ്പോ നിന്നെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് ഞാൻ പോലീസിനോട് നീയാണ് അലീസിയെ കൊന്നതും ബേസ്മെന്റിൽ അവളുടെ ബോഡി കൊണ്ടുപോയി ഇട്ടതും അവസാനം അവളുടെ ഫോൺ ഞാൻ നിന്റെ പക്കൽ നിന്ന് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി ചോദിക്കാൻ വന്നപ്പോൾ നീ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതും അതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി നിന്നെ ഷൂട്ട് ചെയ്തതാണെന്നും പറയും. പിന്നെ നിനക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാം മറന്ന് നമുക്ക് പുതിയ ജീവിതം തുടങ്ങാമെന്നുള്ളത് മാത്രമാണ്. വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ജോൺ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ അവരുടെ ബേബി ഷവർ നടക്കുന്നതാണ് കാണിക്കുക. അവരുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. ജോൺ ആണെങ്കിൽ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല. അവന്റെ മനസ്സ് ഇപ്പോഴും ഇന്നലെ നടന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും. അതിനിടയിൽ സാറ ഒന്നും നടക്കാത്തതുപോലെ, ജോൺ നിനക്കെന്താ പറ്റിയത്, സ്മൈൽ ചെയ്, നീ ഒന്നിങ്ങ് വന്നേ, ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എമറ്റ് രണ്ടാമതയച്ച കത്ത് അവന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൽ സാറ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ ബേസ്മെന്റ് ഡോറിന്റെ കീ ആണ്. അത് തുറക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആൻഡ് ഐ ആം പ്രെറ്റി ഷുവർ അതിനുള്ളിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു. വിഷിംഗ് യു ബോത്ത് ദ ബെസ്റ്റ് ആസ് യു കണ്ടിന്യൂ ടു റൈറ്റ് ന്യൂ ചാപ്റ്റർ ഇൻ യുവർ ലൈഫ്. സിൻസിയർലി എമറ്റ് എന്നായിരിക്കും. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ? എനിക്ക് തോന്നുന്നത് ആ വീടിനായിരിക്കില്ല, ആ വീട്ടുകാർക്കാണ് പ്രശ്നം. ആ വീടല്ല ഈവിൽ, ആ വീട്ടുകാർ ഈവിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അടുത്ത ദിവസം മറ്റൊരു മൂവിയായിട്ട് വരാം. ഓക്കെ, ബൈ.